സോ വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈൻ നൊട്ടേഷൻ മെത്തേഡിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഇന്നൊരു അതിനകത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു സ്റ്റാർ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. സോ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതൊരു സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ വിചാരിക്കുന്നത് നിങ്ങൾ ഈ സ്റ്റാർ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നോട്ടബിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത്തിരി അത്ര ഡയറക്റ്റ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദി പ്ലാൻ ഓഫ് എ 75 mm long line AB measures 65 mm while the length of its elevation is 50 mm. Its one end is in HP and 12 mm in front of VP. Draw its projection and find its inclinations and mark its traces. Okay, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഡേറ്റാസ് നമ്മൾ എടുത്തെഴുതാൻ പോവാണ്. അപ്പോൾ റിമെമ്പർ ഇതൊരു സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സ്റ്റാർ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പിടികിട്ടും. അത്ര ഡയറക്റ്റ് ആയിട്ടല്ല നമ്മളിത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ദി പ്ലാൻ ഓഫ് എ 75 mm ലോങ് ലൈൻ AB മെഷേഴ്സ് 65. സോ പ്ലാൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് വാട്ട് ഈസ് പ്ലാൻ എന്ന് പറയുന്നത്, അല്ലേ? പ്ലാൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പ്ലാൻ ഓഫ് എ 75 mm ലോങ് ലൈൻ AB മെഷേഴ്സ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? 75 mm ലോങ് ലൈൻ AB മെഷേഴ്സ് 50. സോ നമുക്ക് പ്ലാൻ ഉണ്ട്, പ്ലാൻ ഓഫ് 75 mm ലോങ് ലൈൻ AB മെഷേഴ്സ് 65 mm. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈനിൻ്റെ പേര് നമ്മൾ ഡേറ്റാസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാസ് എടുത്തെഴുതുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഞാൻ ഡേറ്റാസ് എഴുതുകയാണ്. അപ്പോൾ ലൈനിൻ്റെ പേര് ഇസ് AB. ദെൻ അടുത്ത ഗിവൺ ഡേറ്റ എന്താണ്? ദി പ്ലാൻ ഓഫ് എ 75 mm ലോങ് ലൈൻ AB മെഷേഴ്സ് 65. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാൻ ഓഫ് എ 75 mm ലോങ് ലൈൻ, ദാറ്റ് മീൻസ് ട്രൂ ലെങ്ത് ഈക്വൽ ടു 75, 75 mm ഉള്ള ഒരു ലൈൻ്റെ പ്ലാൻ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 65 ആയിട്ട് കിട്ടി. സോ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്ലാൻ മീൻസ് എന്താണ്? ടോപ്പ് വ്യൂ ആണ്. സോ ടോപ്പ് വ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു AB ദാറ്റ് ഈസ് ഈക്വൽ ടു 65. അപ്പോൾ രണ്ട് വാല്യൂസ് വരുമ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, അതിൽ ഹയർ വാല്യൂ എപ്പോഴും ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ട്രൂ ലെങ്ത് എപ്പോഴും ലാർജർ വാല്യൂ ആയിരിക്കും. പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്നൊക്കെ പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ ട്രൂ ലെങ്ത്തിനേക്കും കുറവായിരിക്കും. അപ്പയർ ലെങ്തുകളല്ലേ, റെഡ്യൂസ്ഡ് ലെങ്തുകളായിരിക്കും. അപ്പോൾ 75 mm ഉള്ള ഒരു ട്രൂ ലെങ്ത് ലൈൻ്റെ അല്ലെങ്കിൽ 75 mm ഉള്ള ഒരു ലൈൻ്റെ പ്ലാൻ മെഷർ ചെയ്തപ്പോൾ, ടോപ്പ് വ്യൂ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 65 എന്ന് പറഞ്ഞ് കിട്ടി. വൈൽ ദി ലെങ്ത് ഓഫ് എലിവേഷൻ ഈസ് 50 mm. സോ അടുത്തൊരു ടേം കയറി വന്നു, വാട്ട് ഈസ് മീൻ ബൈ എലിവേഷൻ? സോ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്, എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് പറയുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് എലിവേഷൻ. ക്ലിയർ ആണോ? പ്ലാൻ മീൻസ് ടോപ്പ് വ്യൂ, സോ ഫ്രണ്ട് വ്യൂവിന് പറയുന്ന മറ്റൊരു പേര് എലിവേഷൻ. എലിവേഷൻ മീൻസ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എലിവേഷൻ ഈസ് 50 mm. അപ്പം ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി, പ്ലാൻ കിട്ടി 65. ദെൻ എലിവേഷൻ മീൻസ് ഫ്രണ്ട് വ്യൂ that is equal to A dash B dash that is equal to 50. അപ്പോൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഗിവൺ ആണ്, ട്രൂ ലെങ്തും ഗിവൺ ആണ്. അപ്പോൾ ട്രൂ ലെങ്തും അപ്പയർ ലെങ്തുകളും ഗിവൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. Its one end is in HP and 12 mm in front of VP. So one end, so point A പൊസിഷൻ തന്നിട്ടുണ്ട്. പോയിന്റ് A is in HP അല്ലെങ്കിൽ on HP and 12 mm in front of VP. സോ ഒരു പോയിന്റിൻ്റെ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, in HP and 12 mm in front of VP എന്ന് പറഞ്ഞ്. നമ്മളോട് ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക, ട്രേസസ് മാർക്ക് ചെയ്യുക, ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ വരച്ച് കഴിയാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ റൈറ്റ് സൈഡിൽ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗർ ഉണ്ട്. അപ്പോൾ ഇത് സ്കെച്ച് വരയ്ക്കാൻ അറിയണം. ഇത് വെച്ച് നോക്കി നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഫിഗറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞാണ്. സോ ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ XY ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ആസ് യൂഷ്വൽ ഞാൻ XY ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ XY ലൈൻ ആണ്.
സോ XY ലൈൻ. സോ XY ലൈൻ വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ലിസൺ, ഇവിടെ ഫിക്സഡ് പോയിന്റ് എ ആണ്, ദാറ്റ് ഈസ് ഓൺ HP, ദാറ്റ് മീൻസ് A dash is on XY line and 12 mm in front of VP, that means point A is 12 mm in front of VP. എപ്പോഴും എങ്ങനെ ആയിരിക്കും? ബിലോ XY line അല്ലേ? VP ആയിട്ടുള്ളത് ഇൻ ഫ്രണ്ട് ആണെങ്കിൽ ബിലോ, ബിഹൈൻഡ് ആണെങ്കിൽ എബോ, അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. HP ആയിട്ടുള്ളത് എബോ ആണെങ്കിൽ എബോ XY ലൈൻ, ബിലോ ആണെങ്കിൽ ബിലോ XY ലൈൻ. ഇവിടെ എന്താണ്? ഓൺ HP, അപ്പോൾ ഓൺ XY ലൈൻ ആയിരിക്കും. സോ A dash is on XY line and A is 12 mm in below XY line. സോ ഞാൻ A dash പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊജക്ടർ ലൈൻ വരച്ചു. ദെൻ അതിൽ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യും. 12 mm. So marking the points, this is point, this is point ഏതാണ്? Point A dash, that is on XY line, this is point A. So ഇത് നമ്മുടെ XY ലൈൻ ആണ്, XY ലൈൻ ആണ്. സോ XY ലൈൻ വരച്ചു, നമ്മുടെ ഫിക്സഡ് പോയിന്റ് കിട്ടി. രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോക്കസ് ലൈനുകൾ വരയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അല്ലേ? അപ്പോൾ ലോക്കസ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നോക്കി A ഡാഷിന് ലോക്കസ് ലൈൻ വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് ഓൺ XY ലൈൻ. സോ XY ലൈൻ തന്നെ ആയിരിക്കും എന്ത്? ലോക്കസ് ഓഫ് A ഡാഷ് എന്ന് പറയുന്നത്. കാരണം A ഡാഷ് ഈസ് ഓൺ XY ലൈൻ. സോ എയുടെ ലോക്കസ് ലൈൻ നമ്മൾ വരയ്ക്കാൻ പോവാണ്. സോ എയുടെ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. A light line. So this is locus of A. So this is locus of A. So fixed point ആയി ലോക്കസ് ലൈനുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നോക്കി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നേരത്തെ നമ്മൾ ചെയ്തിരുന്ന ഫിക്സഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും തീറ്റയും ട്രൂ ലെങ്ത്തും ഉണ്ടെങ്കിൽ നമ്മൾ തീറ്റ ആംഗിളിൽ ട്രൂ ലെങ്ത് എടുക്കുക. യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് B, ദാറ്റ് ഈസ് B1 ഡാഷ് കിട്ടുമായിരുന്നു. സോ ഇവിടെ തീറ്റ ഈസ് നോട്ട് ഗിവൺ ആണ്, ട്രൂ ലെങ്ത് ഗിവൺ ആണ് അല്ലേ? ഇനി അഥവാ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ A ഡാഷ് B ഡാഷിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 65 എന്ന് പറഞ്ഞാണ്. എന്നാൽ ഇത് വരയ്ക്കാം, ഈ ഫ്രണ്ട് വ്യൂ അങ്ങ് ഡയറക്റ്റ് വരയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ വേണം. സോ ആൽഫ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് A ഡാഷ് B ഡാഷ് വരയ്ക്കാൻ പറ്റൂ. തീറ്റ ഉണ്ടായിരുന്നെങ്കിൽ A ഡാഷ് B1 ഡാഷ് എന്ന് ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട്, ട്രൂ ലെങ്ത് ഉണ്ട്, പക്ഷേ ഈ രണ്ട് ആംഗിൾസ് ഇല്ല. സെയിം തന്നെയാണ് ടോപ്പ് വ്യൂലും. ടോപ്പ് വ്യൂലും ഇംഗ്ലീഷും വിത്ത് VP 5 ഗിവൺ അല്ല, ആയിരുന്നെങ്കിൽ നമുക്ക് AB2 വരയ്ക്കായിരുന്നു ട്രൂ ലെങ്ത്. അതുപോലെ AB ലെങ്ത് ഗിവൺ ആണ്, AB ഗിവൺ ആണ് 65, ഫ്രണ്ട് വ്യൂ ഗിവൺ ആണ് A ഡാഷ് B ഡാഷ് 50. പക്ഷേ AB ലെങ്ത് ഗിവൺ ആണെങ്കിലും ബീറ്റ ആംഗിളില്ല, അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടോപ്പ് വ്യൂ വരയ്ക്കാം. അപ്പോൾ ഡയറക്റ്റ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനുള്ള ലെങ്ത് ഉണ്ട്, ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ള ലെങ്ത് ഉണ്ട്, പക്ഷേ ആംഗിൾസ് ഇല്ല, തീറ്റയും ഇല്ല, ഫൈയും ഇല്ല, അല്ലെങ്കിൽ ഈ ട്രൂ ലെങ്ത് ലൈനും വരയ്ക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഗിവൺ ഡേറ്റയിൽ എന്നാൽ ഈ വാല്യൂസേ ഉള്ളൂ, ട്രൂ ലെങ്തും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് ഫിഗറിലോട്ട് നോക്കി, ഈ ഫിഗറിൽ നിന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ പ്രോബ്ലം നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ബേസ് ഫിഗറിൽ ഇത്രയും ആംഗിൾസ് ഇല്ല, അപ്പോൾ നമ്മൾ ഇനി എന്ത് വരയ്ക്കും? നമുക്ക് വേറെ ഡേറ്റ ഒന്നും തന്നിട്ടുമില്ല. അപ്പോൾ ഈ പറയുന്ന ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഉപയോഗിച്ച് തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ വരയ്ക്കണം. അപ്പോൾ എങ്ങനെ വരയ്ക്കും? അപ്പോൾ ബേസ് ഫിഗർ ഒന്നുകൂടെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കൂടിയിട്ട് നോക്കി. A ഡാഷ് B ഡാഷ് ഫ്രണ്ട് വ്യൂ, ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഗിവൺ ആണ്, ഇറ്റ് ഈസ് 50. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗിൾ ഇല്ല. പക്ഷെ നോക്കി, ഈ A ഡാഷ് B ഡാഷിനെ കിട്ടി പോയിന്റ്, അല്ലെങ്കിൽ B ഡാഷ് കിട്ടിയത് എവിടുന്നാണ്? B2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് A നമ്മൾ സെൻറ്റർ ആക്കി, ഈ A സെൻറ്റർ ആക്കി A മുതൽ B2 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസയിലെടുത്ത് ആണ് നമ്മൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തത്. കറക്റ്റ് അല്ലേ? ഈ ഡിസ്റ്റൻസ് കോമ്പസ് എടുത്ത് റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് B ഡാഷ് കിട്ടിയത്, അല്ലേ? A ഡാഷ് B ഡാഷ്. അപ്പോൾ A ഡാഷ് B ഡാഷിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും എന്ത്? A ഡാഷ് B2 ഡാഷ് എന്ന് പറയുന്ന ഈ ലൈന്. അപ്പോൾ A ഡാഷ് B2 ഡാഷ് ഈസ് ഈക്വൽ ടു A ഡാഷ് B ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് വ്യൂ. ഞാനത് ഇവിടെ നമ്മുടെ ബേസ് ഫിഗറിൽ നേരത്തെ നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിയാൽ മതി. A ഡാഷ് B ഡാഷ്, ദാറ്റ് ഈസ് ദിസ് ലെങ്ത്,
that is equal to front view, that is equal to front view, that is equal to apparent length, front view is equal to apparent length, that is equal to a dash b2 dash. ഈ ലെങ്ത് തന്നെയാണ് a dash b2 dash, കാരണം ഇതിനെയാണ് നമ്മൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തത്. സെയിം തന്നെ ടോപ്പ് വ്യൂവിലും നമുക്ക് ഒരു ഡാറ്റ ഉണ്ട്. നോക്കി, ഈ എ ബിയുടെ ലെങ്ത് എന്താണോ ആ ബി എ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത B1 നിന്ന്, അതായത് A-B1 റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ബി കിട്ടിയത്. ദാറ്റ് മീൻസ് എ ബിയുടെ ലെങ്ത് എന്താണോ അത് തന്നെയായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു AB1. ക്ലിയർ ആണോ? സോ AB ദാറ്റ് ഈസ് ഈക്വൽ ടു ടോപ്പ് വ്യൂ, അഗെയിൻ ഇറ്റ് ഈസ് അപ്പാരന്റ് ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു AB1. ക്ലിയർ ആണോ? അപ്പോൾ ഈ രണ്ട് ഡേറ്റ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം എ ബിയുടെ ലെങ്ത് ഉണ്ടെങ്കിൽ ആ സെയിം ലെങ്ത് തന്നെയായിരിക്കും AB1. അതുപോലെ A ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ ആ സെയിം ലെങ്ത് തന്നെയായിരിക്കും A ഡാഷ് B2 ഡാഷ്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലെങ്തിൻ്റെ ആംഗിൾ ഇല്ലാത്തതുകൊണ്ട് ഇത് വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാം, A ഡാഷിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിൽ ആ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടും, B2 ഡാഷ് കിട്ടും. അതായത് A ഡാഷിൻ്റെ ലോക്കസ് ലൈനിൽ ഈ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ആണോ അത് തന്നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് B2 ഡാഷ്. ക്ലിയർ ആണോ? ഞാൻ ആ സ്റ്റെപ്പ് ഇവിടെ ഫോളോ ചെയ്യാൻ പോവാണ്. സോ A ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് 50. സോ A ഡാഷിൻ്റെ ലോക്കസ് ലൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു XY അല്ലേ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ലോക്കസ് ഓഫ് A ഡാഷ്. സോ ഈ ലൈനിൽ A ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏത് പോയിന്റ് കിട്ടും, B2 ഡാഷ് കിട്ടും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, A ഡാഷിൽ നിന്ന് 50 ഇങ്ങോട്ട് എടുക്കും. ഇതാണ് ഈ ലെങ്ത് ഞാൻ ഇങ്ങോട്ട് മെഷർ ചെയ്തു, അപ്പോൾ എനിക്ക് B2 ഡാഷ് കിട്ടി. അതിനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ B ഡാഷും കിട്ടും. സോ ഞാൻ മെഷർ ചെയ്യാണ്. സോ ആ സെയിം ലെങ്ത് ഞാൻ 50 A ഡാഷിൻ്റെ ലോക്കസ് ലൈനിൽ മെഷർ ചെയ്യുന്നു. സോ A ഡാഷിൽ നിന്ന് ഞാൻ 50 എടുത്താൽ എനിക്ക് കിട്ടുന്ന പോയിന്റ് ഏത് പോയിന്റ് ആയിരിക്കും, ഈ ലെങ്ത് തന്നെ ഇങ്ങോട്ട് എടുത്താൽ ഞാൻ കിട്ടുന്ന പോയിന്റാണ് B2 ഡാഷ്. സോ ദിസ് പോയിന്റ് ഈസ് B2 ഡാഷ്. ഇനി നോക്കി, B2 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കയറി വരച്ചാൽ മതി B ഡാഷ്. പക്ഷേ എവിടോട്ട് വരയ്ക്കും, ലോക്കസ് ഓഫ് B ഡാഷ് വേണം, അത് ഇവിടെ ഇല്ല. അപ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് കയറി വരച്ചിട്ട് കാര്യമില്ല, എവിടോട്ട് കിട്ടുമെന്നുള്ളത് നമുക്കില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും, B2 നിന്ന് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക എവിടെ വരെ, ലോക്കസ് ഓഫ് B വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് B2. സോ B2 നിന്ന് താഴോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ലോക്കസ് ഓഫ് B അതെനിക്കില്ല. പക്ഷേ എനിക്ക് ഈ പോയിന്റ് കിട്ടാൻ വേറൊരു മാർഗം കൂടിയുണ്ട്. നോക്കിയേ, B2 നിന്ന് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ എയിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ, എയിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത ആ ലൈനിൽ കട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് B2. അപ്പോൾ ഞാൻ അതനുസരിച്ച് ചെയ്യാൻ പോവാണ്. B2 നിന്ന് B2 ഡാഷിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് B2 ഡാഷിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ പ്രൊജക്റ്റ് ലൈൻ വരയ്ക്കുന്നു B2 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ കിട്ടാൻ, B2 കിട്ടാനായിട്ട്. സോ ഈ ലൈൻ വരച്ചു. ആ ലൈനിൽ എന്ത് ചെയ്യുക, എയിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, B2 കിട്ടും. സോ ട്രൂ ലെങ്ത് ഇവിടെ ഗിവൺ ആണ്. ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയാ, 75. ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പസയിൽ 75 എടുക്കുന്നു. സോ ഞാൻ കോമ്പസയിൽ 75 എടുക്കുകയാണ്. 75. ഞാൻ കോമ്പസയിൽ 75 എടുത്തു. എയിൽ പ്ലേസ് ചെയ്യുക. ദെൻ ഈ ലൈനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിൻ്റാണ്, ഏത് പോയിൻ്റ് ആയിരിക്കും, B2. സോ നമുക്ക് എന്ത് പോയിൻ്റ് കിട്ടി, B2 എന്ന് പറയുന്ന ആ പോയിൻ്റ് കിട്ടി. സോ B2 എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, B2 കിട്ടിയാൽ നമുക്ക് എന്ത് വരയ്ക്കാം, ലോക്കസ് ലൈൻ വരയ്ക്കാം. ലോക്കസ് ഓഫ് B വരയ്ക്കാൻ പറ്റും അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, XY ലൈനിൽ പാരലായിട്ട് B2 കൂടെ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. സോ ദിസ് ഈസ് എന്താണ്, ലോക്കസ് ഓഫ് B. ലോക്കസ് ഓഫ് B. സോ നമുക്ക് ലോക്കസ് ഓഫ് B കിട്ടി. ക്ലിയർ ആണോ? ഇനി ഇതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് എവിടെയും ചെയ്യാം, ഇവിടെയും വേണമെങ്കിൽ ചെയ്യാം. എയിൽ നിന്ന് AB നമ്മുടെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് B1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. സോ ഇവിടെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എടുത്താൽ B1 കിട്ടും. ഇനി അതേപോലെ തന്നെ നോക്കി, ഈ AB നമുക്ക് ഇനി ഡയറക്റ്റ് വരയ്ക്കാം. B എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, നമുക്ക് ഈ ലോക്കസ് ലൈൻ കിട്ടി. ലോക്കസ് ലൈൻ കിട്ടി, പോയിന്റ് A ഉണ്ട്, ABയുടെ ലെങ്ത് ഉണ്ട്. ABയുടെ ലെങ്ത് എത്ര, ടോപ്പ് വ്യൂ 65. സോ എയിൽ പ്ലേസ് ചെയ്യുക. 65 എടുത്ത് നമ്മുടെ ഈ ലോക്കസ് ലൈനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പോയിന്റ് B കിട്ടും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ B ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ABയുടെ ലെങ്ത് 65 ഞാൻ കോമ്പസ് എടുക്കുന്നു.
65 കോമ്പസ് എടുക്കുന്നു. 65 കോമ്പസ് എടുത്തു, എയിൽ പ്ലേസ് ചെയ്യുന്നു, ലോക്കസ് ഓഫ് ബിയിൽ കട്ട് ചെയ്തു. സോ ലോക്കസ് ഓഫ് ബിയിൽ കട്ട് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റാണ് നമ്മുടെ ബി. നമ്മുടെ ടോപ്പ് വ്യൂ ബി ഈസ് ഫൈൻഡ് ഔട്ട്. ടോപ്പ് വ്യൂ ബി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ എ ബി. ടോപ്പ് വ്യൂ നമ്മുടെ ഡാർക്ക് ലൈൻ എ ബി, ടോപ്പ് വ്യൂ നമ്മുടെ ഡാർക്ക് ലൈൻ കിട്ടി. ഇനി ബി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നോക്കി, ബി കിട്ടിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് B1. സോ എ ബി കിട്ടിയാൽ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ കർവ് വരച്ചേ ഉള്ളൂ, കർവ് വരച്ചു. ഏത് പോയിന്റ് കിട്ടും? ബി റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടും? ദിസ് ഈസ് B1. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? B1ൽ നിന്ന് നോക്കിയേ, B1ൽ നിന്ന് നേരെ സ്ട്രേറ്റ് ലൈനിലാണ് B1'. അത് എയിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ B1' കിട്ടും. സോ ബിയിൽ നിന്നുള്ള സ്ട്രേറ്റ് ലൈൻ ഞാൻ വരയ്ക്കുന്നു. ബിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ, ബിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈൻസുകൾ നിങ്ങൾ വരയ്ക്കുന്നത് പാരലൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ എററുകളൊക്കെ കയറി വരും. സോ ഞാൻ ബിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ ഇപ്പോൾ വരച്ചു. ബിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ വരച്ചു. സോ സെയിം ലൈനിൽ A' നിന്ന് ട്രൂ ലെങ്ത് കട്ട് ചെയ്താൽ B1' കിട്ടും. നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ A' നിന്ന് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ 75 ആണ് അല്ലേ? ട്രൂ ലെങ്ത് ഈസ് 75. സോ ബിഫോർ ദാറ്റ് നമ്മളോട് B2 കിട്ടിക്കഴിഞ്ഞാൽ B2 നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയി. സോ അത് വരയ്ക്കുന്നു. B2 വരയ്ക്കുന്നു. രണ്ട് ആംഗിൾസുകൾ നമുക്കിവിടെ കിട്ടും. ആ ആംഗിളൂടെ അതിൻ്റെ കൂടെ അങ്ങ് മാർക്ക് ചെയ്തേക്കാം. B2ൻ്റെ ആംഗിളാണ് നമ്മുടെ ആംഗിൾ 5. സോ ദിസ് ആംഗിൾ ഈസ് 5 ആൻഡ് ബിയുടെ ആംഗിൾ ഈസ് ബീറ്റ. ബീറ്റയും കിട്ടി. സോ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? ട്രൂ ലെങ്ത് എടുത്ത് ഈ B2 B1ൽ നിന്നുള്ള ലൈനിൽ കട്ട് ചെയ്യുക. സോ B1ൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ, B1' കിട്ടാനായിട്ട് ട്രൂ ലെങ്ത് നമുക്കറിയാം എത്രയാണ്? 75. സോ 75 കോമ്പസ് എടുക്കുന്നു. സോ 75 കോമ്പസ് എടുത്തു. A' നിന്ന് കട്ട് ചെയ്യുക. A' നമ്മുടെ XY ലൈനിൽ തന്നെയാണ് നമ്മുടെ പോയിന്റ് A'. സോ A' നിന്ന് നിങ്ങൾക്ക് കാണാമായിരിക്കും. സോ A' നിന്ന് ഞാൻ കട്ട് ചെയ്തു. ക്ലിയർ ആണോ? സോ ദിസ് പോയിന്റ് കട്ട് ചെയ്ത് മീറ്റ് ചെയ്ത പോയിന്റ് ആണ് ഏത്? B2ൻ്റെ ഫ്രണ്ട് വ്യൂ. നോക്കിയേ, A' നിന്ന് ട്രൂ ലെങ്ത് കട്ട് ചെയ്യുക. B1ൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ലൈനിൽ. സോ ദിസ് പോയിന്റ് ഈസ് B1ൻ്റെ ടോപ്പ് വ്യൂ, B1'. സോ B1' കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം? ലോക്കസ് ഓഫ് B' വരയ്ക്കാം. സോ എന്ത് ചെയ്യുന്നു? XY ലൈനിൽ പാരലായിട്ട് B1' കൂടെ ലോക്കസ് ഓഫ് B'. സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് B'. സോ ലോക്കസ് ഓഫ് B' കിട്ടി. സോ A' B1' എന്ന നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ ഞാൻ വരയ്ക്കുന്നു. ദിസ് ഈസ് A' B1' ട്രൂ ലെങ്ത് ലൈൻ. സോ നമുക്ക് അതിനകത്തുള്ള ആംഗിൾ കിട്ടും. ദിസ് ആംഗിൾ ഈസ് ഏതാണ് ആംഗിൾ? ആംഗിൾ തീറ്റ. A' B1' മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇനി B' കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ട് രീതിയിൽ ചെയ്യാം. ഏതാ യു ക്യാൻ ടേക്ക് A' B' 50. ആ 50 ഇവിടെ നിന്ന് കോമ്പസ് എടുത്ത് കട്ട് ചെയ്യുക. ആ പോയിന്റിൽ തന്നെ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ബിയിൽ നിന്ന് നേരെ പ്രൊജക്റ്റ് ചെയ്താലും ആ പോയിന്റിൽ തന്നെ വരണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബിയിൽ നിന്ന് അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ അവിടെ ആയിരിക്കണം എക്സാക്ട്ലി വരേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ വരച്ചേക്കുന്ന എറർ ആയിരിക്കാം വന്നില്ലെങ്കിൽ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ബിയിൽ നിന്ന് നേരെ പ്രൊജക്റ്റഡ് ലൈൻ എന്ന് പറയുമ്പോൾ XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈനുകൾക്ക് പാരലായിട്ട് തന്നെ വരയ്ക്കണം. സോ ഞാൻ ബിയിൽ നിന്ന് പ്രൊജക്റ്റഡ് ലൈൻ വരയ്ക്കുന്നു. സോ എനിക്ക് കിട്ടി ദിസ് ഈസ് പോയിന്റ് നമ്മുടെ B'. ഇവിടെയാണ് B'. സോ ആ പോയിന്റിൽ തന്നെയാണോ വരുന്നത്? മേ ബി 1 or 2 mm എറർ മാത്രമായിട്ട് ആ പോയിന്റിൽ തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? A' B', നമ്മുടെ A' B2' എത്രയാണ്? A' B2' എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ 50. ദാറ്റ് ഈസ്
എ ഡാഷ് ബി ഡാഷ് ലെങ്ത് അത് തന്നെയാണ് എ ഡാഷ് ബി ടു ഡാഷ്. സോ ഈ ലെങ്ത് നമ്മുടെ 50 ലെങ്ത് കോമ്പസേ കട്ട് ചെയ്ത് നോക്കി ആ സെയിം പോയിന്റിൽ തന്നെ വരുമോന്ന്. ശകലം ഒരു എറർ വരുന്നുണ്ട്, ഒരു ശകലം എറർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കട്ട് ചെയ്ത് പോയാൽ ഒരു ശകലം എറർ വരുന്നുണ്ട്. സോ ഒരു 1 mm മേ ബി എറർ വരുമായിരിക്കാം. ഞാൻ ആ ലൈനിനെ അതിലോട്ട് ആ പോയിന്റിലോട്ട് കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിപ്പിച്ചു. കർവ് വരച്ച ചിലപ്പോൾ തൊട്ടിപ്പുറത്ത് വരും, അത് ഞാൻ വരച്ച വന്നതിൻ്റെ എറർ. അത് എല്ലാവർക്കും വരയ്ക്കുമ്പോൾ വരും അത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സോ ഈ പോയിന്റിലോട്ട് എല്ലാവർക്കും വരയ്ക്കുമ്പോൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ എറർ സയൻസിൽ വരാം. നമ്മൾ പാരൽ ലൈൻസ് വരയ്ക്കുമ്പോഴും എടുത്ത് പ്ലോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശകലം വേരിയേഷൻസ് വരാം. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ. സോ നമ്മുടെ ഡാർക്ക് ലൈൻ വരച്ചു. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഏത് ആംഗിളൂടെ കിട്ടി? ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് ആൽഫ. സോ നമുക്ക് ആൽഫ കൂടി കിട്ടി. ക്ലിയർ ആണോ? നമ്മുടെ ഫിഗർ കംപ്ലീറ്റഡ് ആയി, പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി ആംഗിൾസുകൾ എടുത്തെഴുതാം. സോ വാല്യൂസ് മെഷർ ചെയ്ത് എഴുതുന്നതിന് മുമ്പ് യു ഹാവ് ടു ഡ്രൂ ട്രേസ്. നമുക്ക് ട്രേസ് വരച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ട്രേസ് വരച്ചിട്ട് വേണം നമ്മൾ ഡയമെൻഷൻ കൂടി ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രേസ് കൂടെ വരയ്ക്കാതെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നതിന് ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്തു പോകും. അപ്പം ട്രേസ് കൂടെ വരയ്ക്കുക. അപ്പോൾ ട്രേസ് വരയ്ക്കാനായിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ എന്തായിരുന്നു ട്രേസ് വരയ്ക്കാനുള്ള മെത്തേഡ്? ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാൻ, HT വരയ്ക്കാൻ എന്താണ് സ്റ്റെപ്പ്? HT വരയ്ക്കാൻ എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യണം? എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈൻ വരെ അവിടെ AB എന്ന് പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് AB എന്നല്ല, അവിടെ സ്മോൾ ലെറ്റർ H ഡാഷ് എന്ന പേര് കൊടുക്കുക. അതിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ AB എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഞാനൊന്ന് റബ്ബ് ചെയ്തിട്ട് എഴുതാണത്, അല്ലെ പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. HT കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. XY ലൈൻ വരെ H ഡാഷ് എന്ന പേര് കൊടുക്കുന്നു. അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ തുടച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ പ്രശ്നമാണ്. ഞാൻ നൊട്ടേഷൻ കൊടുത്തപ്പം ഒന്നും മാറിപ്പോയി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വിചാരിക്കും എന്താ അങ്ങനെ പറ്റിയത്. സോ എ ഡാഷ് ബി ഡാഷിനെ XY ലൈനോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. നോക്കി, എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് മീറ്റ്, നമ്മുടെ എ ഡാഷ് എന്ന് പറയുന്നത് തന്നെ XY ലൈനില്ല. സോ ഈ പോയിന്റ് തന്നെ ആയിരിക്കും എന്ത്, നമ്മുടെ H ഡാഷ്. ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി മാത്രം ഞാൻ സ്കെച്ച് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ മാർക്ക്. അപ്പോൾ ദിസ് പോയിന്റ് ഈസ് ഓൾസോ എ ഡാഷ് ആൻഡ് ദിസ് ഈസ് ഓൾസോ H ഡാഷ്. ഇനി അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, ഓൾറെഡി അവിടെ നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്? വെർട്ടിക്കൽ ലൈൻ, പ്രൊജക്ടർ ലൈൻ വരച്ചിട്ടുണ്ട്. സോ നമ്മുടെ പ്രൊജക്ടർ ലൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വെർട്ടിക്കൽ ലൈൻ ആയിക്കഴിഞ്ഞു. ഇനി അതിലോട്ട് എന്ത് ചെയ്താൽ മതി? AB എക്സ്റ്റെൻഡ് ചെയ്യുക. നോക്കി, ഇതാണ് നമ്മുടെ AB ലൈൻ. ഓൾറെഡി ആ വെർട്ടിക്കൽ ലൈനെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. സോ ദിസ് പോയിന്റ്, നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് തന്നെ ആയിരിക്കും നമ്മുടെ എന്ത്, HT ഹൊറിസോണ്ടൽ ട്രേസ്. നോക്കി, A എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കാനുള്ള സ്റ്റെപ്സ് എന്തായിരുന്നു? VT വരയ്ക്കാനുള്ള സ്റ്റെപ്പ്. VT വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? VT വരയ്ക്കാനായിട്ട് ആദ്യം AB എക്സ്റ്റെൻഡ് ചെയ്യും. XY ലൈൻ വരെ അവിടെ സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുക്കും. ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. അതിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ അപ്പോൾ ഞാൻ AB എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. സോ നോക്കി, ഇവിടെ AB എക്സ്റ്റെൻഡ് ചെയ്യണം, കാരണം AB ഇവിടെ കിടക്കുന്നത്. സോ XY ലൈനിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു. സോ AB എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് V, സ്മോൾ ലെറ്റർ V. അവിടെ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ AB എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ സ്മോൾ ലെറ്റർ V അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ എ ഡാഷ് ബി ഡാഷ് ലൈൻ, നമ്മുടെ ഫ്രണ്ട് വ്യൂ ലൈനെ ആ ലൈനിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ എക്സ്റ്റെൻഡ് ചെയ്തു. മീറ്റ് ചെയ്ത് കിട്ടിയ പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് VT. സോ എനിക്ക് വെർട്ടിക്കൽ ട്രേസിങ് കിട്ടി. സോ ട്രേസ് മാർക്ക് ചെയ്തു. സോ പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. നൗ ട്രേസ് ഈസ് കംപ്ലീറ്റഡ്. നൗ how to do the dimension and finding the data. So dimension ചെയ്യാൻ പോകണം. ഡയമെൻഷൻ ഓൺ HP അവിടെ ഇല്ല. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? 12 mm, then true length, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്, ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്. സോ ഞാൻ ട്രൂ ലെങ്ത് ഇവിടെ 12 mm ഇവിടെ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് 12 mm. ഇതാണ് നമ്മുടെ 12 mm മാർക്ക് ചെയ്തു. ദെൻ അടുത്തത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ആണ്. സോ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്
എ ഡാഷ് ബി ഡാഷിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ പോകുന്നു. സോ ബി ഡാഷിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ, സെയിം വേ എ ഡാഷിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ, ദെൻ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പാരലൽ ലൈൻ ആൻഡ് writing the dimension. എത്രയാണ്? a dash b dash is equal to 50. This value is 50. ഇനി അടുത്ത എന്താണ്? എ ബി. സോ എ ബിയുടെ ലെങ്ത്, സോ എയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ദെൻ ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സോ അത് നമ്മൾ കണക്ട് ചെയ്യും. This value is എത്രയാണ്? എ ബി is 65. So 65. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയി. ടോപ്പ് വ്യൂ ചെയ്ത ട്രൂ ലെങ്തോടെ എവിടെയെങ്കിലും ഒരിടത്തൂടെ ട്രൂ ലെങ്തോടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഞാൻ ഇവിടെ തന്നെ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലൈൻ കട്ടായിപ്പോൾ. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ട്രൂ ലെങ്ത് മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്താ, ഇവിടെയും ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് ലൈനിനെ കട്ട് ചെയ്ത് പോകും. ഒരു ഡയമെൻഷൻ ഓൾറെഡി ഒരു ഡയമെൻഷൻ ലൈനിനെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഒരു ഡയമെൻഷൻ നമ്മൾ ചെയ്യില്ല. സോ അതുകൊണ്ട് ഞാനിവിടെ ട്രൂ ലെങ്ത് കാണിക്കുന്നില്ല. ക്ലിയർ ആണോ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡയമെൻഷൻസ് എല്ലാം ആയിട്ടുണ്ട്. ട്രേസ് മാർക്ക്. ഇനി നമ്മുടെ ഡേറ്റാസ് എഴുതാൻ പോവാണ്. സോ ഡേറ്റാസ് ഞാൻ ഇവിടെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡേറ്റാസ് എന്തൊക്കെ ഡേറ്റാസാണ്? നമുക്ക് തീറ്റ വേണം, then phi വേണം, then ആൽഫ, ബീറ്റ, ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും ലെങ്തും ട്രൂ ലെങ്തും എല്ലാം നമുക്ക് ഗിവൺ ആണ്. സോ ആംഗിൾസുകൾ മാത്രം നമുക്ക് ഇതിനകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി എന്നർത്ഥം. സോ ഞാൻ ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ എനിക്ക് കിട്ടിയ വാല്യൂസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. തീറ്റ 30 ഡിഗ്രി, that is theta is 30 degree and alpha is equal to 50 degree, then phi equal to 47 and this beta equal to 50 degree. So true values find out ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു ബോക്സിനകത്തിൽ ആക്കുക. സോ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനതൊന്ന് ബോക്സിനകത്തിലാക്കലോ. ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. നമ്മളോട് ഗിവൺ ഡേറ്റിൽ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ അതുകൂടെ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു 50, then എ ബി ഈസ് ഈക്വൽ ടു 65. ഇത് ഗിവൺ ഡേറ്റാസ് ആണ്. ഗിവൺ ഡേറ്റാസ് ആയതുകൊണ്ട് എഴുതി. വേണമെങ്കിൽ ട്രൂ ലെങ്ത് കൂടെ എഴുതാം. ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു 75. സോ എല്ലാം കൂടെ ഡേറ്റാസ് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എന്ത് ചെയ്യോ, ഏതെല്ലാം എഴുതിയോ എന്നുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിനകത്തു നിന്നുള്ള 4 ആംഗിൾസും 3 ലെങ്ത്തുകളും അങ്ങ് എഴുതി വെക്കാം. പക്ഷെ കറക്റ്റായിട്ട് തന്നെ എഴുതണം. ഇത് 3 ഗിവൺ ഡേറ്റാസ് ആയിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ട്രൂ ലെങ്ത് കാണിക്കണം. ട്രൂ ലെങ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എ ബിയുടെ ലെങ്ത് നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കാം. സോറി, ഏതാ ഈ എ ബി 65 എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എ ബി 1. സോ അതിവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിക്കാം, അങ്ങനെ കാണിക്കാം. അതല്ലെങ്കിൽ ഈ എ ഡാഷ് ബി 1 ഡാഷിന് ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്യാൻ പോയാൽ ഈ ഒരു ഓൾറെഡി ഉള്ള ഡയമെൻഷൻ ലൈനെ അത് കട്ട് ചെയ്ത് പോകും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ട്രൂ ലെങ്ത്തിനെ, കാരണം നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ട്രൂ ലെങ്ത് മാത്രം മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാർ പ്രോബ്ലം ആണ്. ലിസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാർ പ്രോബ്ലം. എന്തുകൊണ്ടാണ് സ്റ്റാർ പ്രോബ്ലം? ഞാനങ്ങ് ചുമ്മാ പറയുന്നതാണ്. സ്റ്റാറിന് അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്ന് നോക്കുമോ ഇതെന്തോ പ്രശ്നമുള്ള, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പഠിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ, ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും ലെങ്ത് ഒരുപോലെ തരിക. അപ്പോൾ ഒരു കാര്യം ഓർത്തണം, പ്ലാൻ എന്നാണ് ടേം തന്നേക്കുന്നത്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്, എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. അത് മറന്നുപോയത്. എലിവേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും പ്ലാൻ ആൻഡ് എലിവേഷൻ ആൻഡ് ട്രൂ ലെങ്ത് 3 ലെങ്തുകളും ഗിവൺ ആണ്. ഒരു ആംഗിൾസ് ഇല്ല, ആകെയുള്ളത് ഒരു ഫിക്സഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ. സോ ആ കേസിൽ നമ്മൾ നോട്ടബിളായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബേസ് ഫിഗറിൽ നമ്മൾ മറന്നു പോകരുത്. അതിവിടെ അതുകൊണ്ട് തന്നെയാണ് ബേസ് ഫിഗറിന് താഴെ ഞാൻ ഈ കാര്യം എഴുതി വെച്ചിരുന്നത്. അതായത് എ ഡാഷ് ബി ഡാഷ് തന്നെയാണ് എ ഡാഷ് ബി ടു ഡാഷ്. ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ അപ്പാരൽ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ബി ടു ഡാഷ്. ഈ കേസിൽ അത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഇനി ഇവിടുത്തെ നോക്കിയേ, എ ബിയുടെ ലെങ്ത് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്ന എ ബി ടു. സോ എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ടോപ്പ് വ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പാരൽ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി 1. ഈ കേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 65 ആണ്. അപ്പോൾ അക്കാര്യം
മറന്നു പോകരുത്, ഈ ഒരു കാര്യം മറന്നു പോകരുത്, ഫേസ് ഫിഗർ. സോ അങ്ങനെ ഒരു അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അതല്ലെങ്കിൽ നമുക്ക് തീറ്റയോ ഫൈയോ ഏതെങ്കിലും തരണമായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്തും തന്നിട്ടുണ്ട്, പക്ഷേ രണ്ടിൻ്റെയും ആംഗിൾ ഇല്ല. ഇവിടെയും രണ്ടിൻ്റെയും ലെങ്ത് ഉണ്ട്, രണ്ട് ലൈൻസിൻ്റെയും, പക്ഷേ ഫൈയും ബീറ്റയും ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളൂ. സോ ഈ പ്രോബ്ലം നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.